ആധാർ ഇല്ലാത്തൊരു ഗുണഭോക്താവിനെ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഗർഭിണികള്, പാലൂട്ടുന്നമ്മമാര്, 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടികള് എന്നിവരെയും, ആസ്പിറേഷൻ ജില്ലകളാണെങ്കിൽ കൗമാരക്കാർ തുടങ്ങിയവരെയും നമുക്ക് ഇത്തരത്തിൽ ആധാർ നമ്പർ ഇല്ലാതെ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഗുണഭോക്താവിന് തീരെ ആധാർ കാർഡ് എടുത്തിട്ടില്ല എങ്കിലോ, അതല്ലെങ്കിൽ നിലവിലുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടോ ഗുണഭോക്താവിനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് KYC FRS പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ആധാർ നമ്പറിനു പകരം മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഗുണഭോക്താവിനെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖയുടെ വിവരങ്ങളും അതിന്റെ പകർപ്പും പോഷൻ ട്രാക്കറിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ ഇത്തരത്തിലൊരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്താൽ ആ ഒരു ഗുണഭോക്താവിന്റെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിന്റെ ബെനിഫിഷ്യറി രജിസ്റ്ററിൽ ഉടനെ തന്നെ വരികയില്ല. ആദ്യം സൂപ്പർവൈസർക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ആവുകയും തുടർന്ന് സൂപ്പർവൈസർ ആ ഒരു റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്താലാണ് ആ ഒരു ഗുണഭോക്താവിന്റെ പേര് നമ്മുടെ പോഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി രജിസ്റ്ററിൽ വരികയുള്ളൂ. ഇനി ഈ ഒരു ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്തരത്തിൽ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗപ്പെടുത്തി ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അഥവാ 3 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി ഗുണഭോക്താവിൻ്റെ KYCയും FRSും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതായത് 3 മാസം വരെ ആ ഒരു ഗുണഭോക്താവിന് സാധാരണ രീതിയിൽ തന്നെ THR കൈപ്പറ്റുവാനും പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. എന്നാൽ 3 മാസത്തിനുള്ളിൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ KYC FRS എന്നിവ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിന് THR സ്വീകരിക്കുന്നതിനുള്ള എലിജിബിലിറ്റി നഷ്ടപ്പെടുകയും THR സ്വീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ഒരു ഗുണഭോക്താവിന് ആധാർ ഇല്ല എങ്കിൽ ഉടനെ ആധാർ എടുക്കുവാനും, ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഗുണഭോക്താവിന്റെ KYC FRS പൂർത്തീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആധാർ ഇല്ലാത്തൊരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. താഴെ വലതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും പ്രഗ്നന്റ് വുമണ്, ലാക്ടേറ്റിംഗ് മദർ, 0 to 6 ചിൽഡ്രൻ തുടങ്ങിയവരെയാണ് നമുക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ടൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെയുള്ള അണ്ടർസ്റ്റുഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആധാർ ഉള്ള ഒരു ഗുണഭോക്താവാണ് എങ്കിൽ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് പ്രൊസീഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അഥവാ തീരെ ആധാർ ഇല്ലാത്തൊരു ഗുണഭോക്താവാണ് എങ്കിലോ, അതുപോലെ മുമ്പ് സൂചിപ്പിച്ചത് പ്രകാരം ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടോ ഗുണഭോക്താവിന് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് KYC FRS എന്നിവ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലോ നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന അപ്ലിക്കന്റ് ഡസ് നോട്ട് ഹാവ് ആധാർ നമ്പർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് മറ്റു തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഏറ്റവും മുകളിലായിട്ട് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക. തൊട്ടു താഴെയായിട്ട് ആധാർ എൻറോൾമെന്റ് നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതായത് തീരെ ആധാർ ഇല്ലാത്തൊരു ഗുണഭോക്താവിന് പുതുതായിട്ട് ആധാറിന് അപേക്ഷിക്കുമ്പോൾ ഇതേ രീതിയിൽ ഒരു സ്ലിപ്പ് ലഭിക്കുകയും അതിൻ്റെ മുകളിലായിട്ട് എൻറോൾമെന്റ് നമ്പർ എന്നതിന് നേരെ ഒരു നമ്പർ കാണുവാനും സാധിക്കുന്നതാണ്. ആ ഒരു നമ്പറാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. തൊട്ടു താഴെയായിട്ട് അപ്ലോഡ് എൻറോൾമെന്റ് റെസിപ്റ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു റെസിപ്റ്റിന്റെ ഫോട്ടോയോ PDF ഫയലോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ 2 കോളങ്ങളും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ടതില്ല. ഈ ഒരു എൻറോൾമെന്റ് റെസിപ്റ്റ് ലഭ്യമാണ് എങ്കിൽ മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി. തൊട്ടു താഴെയായിട്ട് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ മറ്റൊരു ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന തിരിച്ചറിയൽ രേഖകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്കുകൾ, പാൻ കാർഡ്, അതുപോലെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, വോട്ടർ ID, അതുപോലെ MGNRG അഥവാ തൊഴിലുറപ്പിൻ്റെ ജോബ് കാർഡ്, കിസാൻ ഫോട്ടോ പാസ്ബുക്ക്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്,
അതല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറോ തഹസിൽദാറോ സാക്ഷ്യപ്പെടുത്തുന്ന ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് നമുക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തിരിച്ചറിയൽ രേഖ സെലക്ട് ചെയ്യുക. തൊട്ടു താഴെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തിരിച്ചറിയൽ രേഖയുടെ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് വോട്ടേഴ്സ് ID ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ടേഴ്സ് ID നമ്പർ രേഖപ്പെടുത്തുക. ഇനി അഥവാ പാൻ കാർഡ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തുക. തൊട്ടു താഴെയായിട്ട് അപ്ലോഡ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തിരിച്ചറിയൽ രേഖയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ PDF ഫയലോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് വലതുവശത്ത് കാണുന്ന ഈ ഒരു അപ്ലോഡിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലെ ഗാലറിയിൽ നിന്നും നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 MB കുറവുള്ള ഫയലാണ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. പേജിൽ ഏറ്റവും താഴെ കാണുന്ന റിക്വസ്റ്റ് OTP എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അല്പസമയത്തിനുള്ളിൽ നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു 4 അക്ക നമ്പർ ഈ ഒരു കോളത്തിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഡയറക്റ്റ് ആയി തന്നെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗുണഭോക്താവിൻ്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. തൊട്ടു താഴെയായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള തിരിച്ചറിയൽ രേഖയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും. തുടർന്നുള്ള കോളങ്ങളിൽ സാധാരണ രീതിയിൽ തന്നെ ആ ഒരു ഗുണഭോക്താവുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡിൻ്റെ പേര്, കാറ്റഗറി, റെസിഡൻറ്റ് ടൈപ്പ്, ഗർഭിണികളാണെങ്കിൽ LMB ഡേറ്റ്, അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ വിവരങ്ങളും ANC വിവരങ്ങളും, ഹൈറ്റ്, വെയിറ്റ്, ഹീമോഗ്ലോബിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളും രേഖപ്പെടുത്തുക. ലാക്ടേറ്റീവ് മദറോ 0 to 6 കുട്ടിയാണെങ്കിൽ ആ ഒരു ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലായി തന്നെ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് ഒരു ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആധാർ നമ്പറിന് പകരം മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്താൽ ഉടനെ തന്നെ ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറി രജിസ്റ്ററിൽ വരില്ല. ആദ്യം ഇതേ രീതിയിൽ ഒരു രജിസ്ട്രേഷൻ റിക്വസ്റ്റ് സൂപ്പർവൈസർക്ക് സെൻഡ് ആവുകയാണ് ചെയ്യുക. തുടർന്ന് ആ ഒരു റിക്വസ്റ്റ് സൂപ്പർവൈസർ അപ്രൂവൽ ചെയ്യുന്ന മുറക്കാണ് ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ അയക്കുന്ന രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ സൂപ്പർവൈസർ വെരിഫൈ ചെയ്തിട്ടുണ്ടോ, അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിലെ ഹോം സ്ക്രീനിൽ തന്നെ വെരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ എന്ന പുതിയൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ 2 ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. ഒന്ന് പെൻഡിങ് എന്നും മറ്റൊന്ന് റിജക്റ്റഡ് എന്നും. നമ്മൾ അയച്ചിട്ടുള്ള രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്യുന്നതുവരെ ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ നമുക്ക് ഈ ഒരു പെൻഡിങ് ലിസ്റ്റിലാണ് കാണപ്പെടുക. ഇനി അഥവാ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്യുന്നതിന് പകരം അത് റിജക്റ്റ് ചെയ്താൽ ഇവിടെ വലതുവശത്ത് കാണുന്ന റിജക്റ്റഡ് എന്ന ലിസ്റ്റിലാണ് ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അയക്കുന്ന രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ സൂപ്പർവൈസർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്താൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ പെൻഡിങ് ലിസ്റ്റിൽ കാണുവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു ഗുണഭോക്താവിനെ ഇതേ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിവരം സൂപ്പർവൈസർ അറിയിക്കേണ്ടതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് നമ്മൾ അയച്ചിട്ടുള്ള റിക്വസ്റ്റ് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്രൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി രജിസ്റ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ബെനിഫിഷ്യറി രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേര് ഇതേ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗുണഭോക്താവിൻ്റെ പേരിന് വലതുവശത്തായിട്ട് ആധാർ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഇതേ രീതിയിൽ മഞ്ഞ നിറത്തിൽ പാർഷ്യലി വെരിഫൈഡ് എന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. പേരിൽ തൊട്ടാൽ ഇതേ രീതിയിൽ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈലിൽ ആധാർ വിവരങ്ങളുടെ ഭാഗത്ത് ആധാർ നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ നമ്മളൊരു ഗുണഭോക്താവിനെ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ 3 മാസത്തിനുള്ളിൽ അഥവാ 90 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ വിവരങ്ങൾ നൽകി KYCയും FRSും പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ THR നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.